ADB എന്താണെന്നറിയോ? നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് ആണ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് ADB. ഇന്ന് നമ്മളിപ്പോൾ ADB ഇൻസ്റ്റാളേഷൻ, അതിൻ്റെ കണക്ഷൻ, ഇമുലേറ്റർ കണക്ഷൻ, അതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നോക്കുന്നു. ഓക്കെ, ADB എന്താണ് അറിയാമോ? ADB ജസ്റ്റ് പറയടേ. ADB എന്താണെന്നറിയാമോ? പറ, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ADB മീൻസ് ആൻഡ്രോയിഡ് ഡീബഗ് ബ്രിഡ്ജ് എന്നാട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ്രോയിഡ് എന്താന്ന് പറയാം. അപ്പൊ എന്താ ആൻഡ്രോയിഡ്? എന്താ നിങ്ങൾ എല്ലാവരും ആൻഡ്രോയിഡ് യൂസേഴ്സ് അല്ലേ? അപ്പൊ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ടാവും, US ഉണ്ടാവും. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ്. അപ്പം ആൻഡ്രോയിഡ് എന്താന്ന് പറ. നിങ്ങൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ, ആരെങ്കിലും പറ. ജഗനെ പറയടാ. സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ആൻഡ്രോയിഡ് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പം എന്താ ആൻഡ്രോയിഡ് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. മൊബൈൽ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിൻ്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ എങ്ങനെ? ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒരു ഫ്രെയിം വർക്കും ഉണ്ട്, പിന്നെ അതിൻ്റെ സിസ്റ്റം സർവീസ് ഉണ്ട്, പിന്നെ അതിൽ ലിനക്സ് കേർണൽ ഉണ്ട്, അത് ഹാർഡ്വെയർ. സോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ആൻഡ്രോയിഡ് പഠിക്കുന്നപ്പോൾ എന്തിനായിരിക്കും? അതെന്തിനായിരിക്കും സൈബർ സെക്യൂരിറ്റി നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസ് പഠിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കാരണം വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഉള്ളിൽ പേഴ്സണൽ ഡേറ്റാസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അക്കൗണ്ട്സ് ഉണ്ടാവും, ഫയൽസ് ഉണ്ടാവും, നെറ്റ്വർക്ക് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം എന്താ അതുകൊണ്ട് മൊബൈൽ സെക്യൂരിറ്റി അസസ്മെന്റിൽ ആൻഡ്രോയിഡ് എൻവയോൺമെന്റ് എന്താ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ADB എന്താ ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു. ADB എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡീബഗ് ബ്രിഡ്ജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ADB സ്റ്റാൻഡ്സ് ഫോർ ആൻഡ്രോയിഡ് ഡീബഗിങ് അല്ല, ഡീബഗ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പം ഒരു കമ്പ്യൂട്ടറിനും ആൻഡ്രോയിഡ് ഡിവൈസിനും തമ്മിൽ എന്താ കമാൻഡ് ലൈൻ വഴി കമ്മ്യൂണിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന ടൂളാണ് എന്താ ADB എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ കാളി ലിനക്സ്, ഇപ്പം കാളി ലിനക്സും ആൻഡ്രോയിഡും കൂടെ വർക്ക് ആവണം. അപ്പം എന്താ ADB വെച്ചിട്ടായിരിക്കും അത് വർക്ക് ആവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കാളി ലിനക്സ് എന്താ ആൻഡ്രോയിഡ് ഇമുലേറ്ററുമായിട്ട് ആ ഒരു കണക്ഷൻ എന്താ ADB നമ്മളോട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ADB ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് എന്താ ആൻഡ്രോയിഡ് ഡിവൈസുമായിട്ട് കമാൻഡ് ലൈൻ വഴി നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അപ്പൊ ADBയിൽ ബ്രിഡ്ജ് എന്താണ്? ADBയിൽ ബ്രിഡ്ജ് എന്താണെന്നറിയാമോ? ഇത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കമ്പ്യൂട്ടറിനും ആൻഡ്രോയിഡിനും ഇടയ്ക്കൊരു സംഭവമുണ്ട് ADB. ഓക്കെ, അപ്പം ഇതാണ് എന്താ ഈ കമ്പ്യൂട്ടറിനും ആൻഡ്രോയിഡിനും ഇടയ്ക്കുള്ള ഈ ADB ആണ് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ആണ് എന്താ ഈ ADB എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ഡീബഗ് ബ്രിഡ്ജ് എന്ന പേര്. ഓക്കെ, അപ്പം ADB ഉപയോഗിക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബേസിക് സെറ്റപ്പ് ആയിട്ട് നമുക്ക് കാളി ലിനക്സ് വേണം, ADB വേണം, ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഇമുലേറ്റർ വേണം. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ എൻ്റെ ഫോണോ അല്ലെങ്കിൽ നമുക്ക് എമുലേറ്റർ അങ്ങനെയും നോക്കാം. ഓക്കെ, പിന്നെ എന്താ USB ഡീബഗിങ് ഓതറൈസേഷൻ, ഇതെല്ലാം റെഡിയാക്കിയാൽ നമുക്ക് എന്താ ADB ഡിവൈസ് കിട്ടും. അപ്പോൾ ഈ ADB ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ കണക്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് നമുക്ക് ഫിസിക്കൽ ഡിവൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എമുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഫിസിക്കൽ ഡിവൈസ് മീൻസ് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ആയിരിക്കും.
എന്താ ഒന്നേ ഫോണ്, ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ്. ഒന്ന് നമ്മൾ കാളിനെക്സ് വെച്ചിട്ട് എന്താ USB കണക്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് യൂസ് ചെയ്യും ഒന്നിൽ. ഓക്കെ, അതാണ് എന്താ ഫിസിക്കൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് എൻവോൺമെന്റ്, റിയൽ ഹാർഡ്വെയർ, റിയൽ സെൻസേഴ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അതിന് നോക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ഇനി ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇത് കമ്പ്യൂട്ടറിൽ എന്താ സോഫ്റ്റ്വെയർ ആയിട്ട് പ്രവർത്തിക്കുന്ന വിർച്വൽ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് എന്താ ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ കാളിനെക്സും ആൻഡ്രോയിഡ്, കാളിനെക്സ് അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറും ആൻഡ്രോയിഡ് ഡിവൈസും കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫോണിൻ്റെ ആവശ്യമില്ല, ടെസ്റ്റിങ്ങിന് കൺവീനിയൻ്റ് ആണ്, അതുപോലെ എന്താ റീസെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫോണിൽ ചെയ്യുമ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പണി കിട്ടും. സോ അപ്പം നമ്മൾ എന്താ ഒരു സ്പെയർ ഫോണൊക്കെ യൂസ് ചെയ്യുക, സ്പെയർ ഫോണൊക്കെ വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ സ്പെയർ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്താ എൻ്റെ ഫോൺ വെച്ചിട്ട് ചെയ്യില്ല, നമ്മൾ എമുലേറ്റർ വെച്ചിട്ട് ട്രൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മുടെ പ്രൈമറി ഫോണൊക്കെ ഉപയോഗിച്ചാൽ ഒക്കെ എന്താ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലുള്ള കാര്യം കേട്ടോ. ബിഗിനേഴ്സ് ആകുമ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം സോ നിങ്ങളിത് ചെയ്യുമ്പോൾ എന്താ എമുലേറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, USB ഡീബഗ്ഗിങ്, ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ ഇടയ്ക്ക് പറയുകയൊക്കെ ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും, ഇടയ്ക്ക് കാണുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് ഓരോന്നും എന്താ പറഞ്ഞു പോകുന്നത്. ഓക്കെ, USB ഡീബഗ്ഗിങ് എന്താ ADB കമ്മ്യൂണിക്കേഷൻ എന്താ ആൻഡ്രോയിഡ് ഡിവൈസിൽ USB ഡീബഗ്ഗിങ് നമ്മൾ എന്താ എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനായിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു USB കേബിൾ, ആൻഡ്രോയിഡ്, USB ഡീബഗ്ഗിങ്, ADB കാളി. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ. പിന്നെ ഓതറൈസേഷൻ. എന്താ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പോൾ USB ഡീബഗ്ഗിങ് എനേബിൾ ചെയ്തത് കൊണ്ട് എന്താ മാത്രം അത് എനേബിൾ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഏത് കമ്പ്യൂട്ടറിനും ആൻഡ്രോയിഡ് ഡിവൈസ് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ ആൻഡ്രോയിഡ് ഒരു ഓതറൈസേഷൻ പ്രോബ്ലം കാണിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അലോ USB ഡീബഗ്ഗിങ് എന്നൊക്കെ വരും നമുക്ക്. എന്നിട്ട് അതിൻ്റെ എന്താ RSA കീ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ക്യാൻസൽ അല്ല അലോ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ യൂസർ അലോ ചെയ്താൽ മാത്രമേ എന്താ കമ്പ്യൂട്ടർ എന്താ ഓതറൈസ്ഡ് ആകത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു സെക്യൂരിറ്റി ആണത്. ഓക്കെ, ഇനി ADB ഡിവൈസസ് എന്താണ്? ADB ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ADB ഡിവൈസിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആൻഡ് എന്താ റെക്കഗ്നൈസ്ഡ് ആൻഡ്രോയിഡ് ഡിവൈസ് എമുലേറ്റേഴ്സ് എന്താ ലിസ്റ്റ് ചെയ്യുക എന്നെന്താ അതിന്റെ എന്താ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഡിവൈസ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡിവൈസസ് ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, അതാണ് എന്താ ADB ഡിവൈസസ് ചെയ്തെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഡിവൈസും അതുപോലെ തന്നെ അൺഓതറൈസ്ഡും ഉണ്ട്. രണ്ട് ഓപ്ഷൻസ് നമുക്ക് അറിയണം. സോ ഇത് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ കണക്റ്റഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും. ഓക്കെ, അത് ഓക്കെ. അൺഓതറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആൻഡ്രോയിഡ് ഡിവൈസിൽ കണക്റ്റഡ് ആണ്, പക്ഷേ കമ്പ്യൂട്ടറിന് എന്താ ഓതറൈസേഷൻ നൽകിയിട്ടില്ല. അപ്പൊ എന്താ ഫോണിൽ നമുക്ക് ഓതറൈസേഷൻ പോപ്പപ്പ് നോക്കാൻ നേരത്ത് നമുക്ക് എന്താ അവിടെ നോ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഓഫ് ഡിവൈസ് അറ്റാച്ചിൽ ഡിവൈസ് ഒന്നും നമുക്ക് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ USB ഡീബഗ്ഗിങ് ഡിസേബിൾ ആയതോ അല്ലെങ്കിൽ കേബിളിന്റെ പ്രോബ്ലോ അല്ലെ ഡിവൈസ് നോട്ട് ഡിറ്റക്ട്, പിന്നെ ഓതറൈസേഷൻ ഇഷ്യൂ, ADB സർവീസ്, അതൊക്കെ ആയിരിക്കും എന്ത് ഈ നോ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പം അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ കമ്പ്യൂട്ടർ ഇപ്പം ആൻഡ്രോയിഡ് ഡിവൈസ് കണക്റ്റഡ് ആണ്, പക്ഷേ എന്താ കമ്പ്യൂട്ടർ ഓതറൈസേഷൻ നൽകിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആയോ നമുക്ക്? ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ആരെങ്കിലും പറയടാ. ജഗൻ ഓക്കെ ആണോടാ? ഓക്കെ ആണ് സാർ. നമുക്ക് ഇനി പ്രാക്ടിക്കൽ ഒന്ന് നോക്കാവേ. ടൈം വളരെ കുറവാണ്. സോ ഇത് മൊത്തം കംപ്ലീറ്റ് ആകുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്കൊന്ന് ADB ഇൻസ്റ്റാൾ ചെയ്യണം. ADB ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നോക്കാം. ടെർമിനൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ് സർ. ഓക്കെ, ADB ഇൻസ്റ്റാൾ അല്ല, ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് sudo apt അപ്ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. sudo apt അപ്ഡേറ്റ്. എൻ്റെ കൂടെ ചെയ്യുന്നുള്ളൊരു ചെയ്ത് വരണം കേട്ടോ. ഇതൊന്നായി വരും, ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്നായി വരട്ടെ. ഇന്നെന്താണ് ആള് കുറവാണല്ലോ. നമുക്ക് ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ഡേ നാളെ ആയിട്ടോ. നാളെയാണ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പം നാളെ നമ്മൾ ആൻഡ്രോയിഡ് ടെസ്റ്റിങ്ങിന്റെ ഇന്ന് നമ്മൾ എന്നാണോ നിർത്തുന്നത് ബാക്കിയും കൂടെ നോക്കും. അതിന്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യും. സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ
നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തരും. ഓക്കെ, അപ്പം അതായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ. ഓക്കെ, അപ്പം ഓർക്കുക നാളെ ലാസ്റ്റ് ആണെന്നുള്ളത്. നാളെ എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ ടാസ്കിന്റെ ഒക്കെ ഡെഡ് ലൈൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രോജക്റ്റ് കഴിഞ്ഞ പ്രോജക്റ്റിന്റെ ഡെഡ് ലൈൻ ഞാൻ മൺഡേ ആയിരുന്നു പറഞ്ഞിരുന്ന കുറെ പേര് അയച്ചിട്ടുണ്ട്. ഇനി അയക്കാനുള്ള ആൾക്കാർ നാളത്തേക്കായിട്ട് അയക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞ പ്രോജക്റ്റും ടാസ്കും ഒക്കെ എന്താ അതിന്റെ ഡെഡ് ലൈൻ നമ്മൾ ഫ്രൈഡേ ആയിട്ട് കാണുവാണ്. ഓക്കെ, ഫ്രൈഡേ ആയിട്ട് കാണാല് സാറ്റർഡേ, ഫ്രൈഡേ ഉണ്ട് നാളെ മറ്റന്നാ. ഓക്കെ, സാറ്റർഡേ ലാസ്റ്റ് ഡേ ആയിട്ട് എന്താ കണ്ടുകൊണ്ട് ഇതുവരെ പറഞ്ഞ ടാസ്കും അതുപോലെ തന്നെ പ്രോജക്റ്റും ഒക്കെ അയച്ചവരല്ല, ഇനി അയക്കാനുള്ള ആൾക്കാരെന്താ അയക്കുക. ഓക്കെ, നെല്ല് ചെയ്യുക എത്രയും വേഗം. ഓക്കെ, പിന്നെ എന്താ ഇപ്പൊ നാളെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോജക്റ്റ് വീക്ക് 2 പ്രോജക്റ്റ് വരും. സോ ആ വീക്ക് 2 പ്രോജക്റ്റ് ഒരു 2-3 ഡേയ്സ്. ഓക്കെ, മൺഡേ ഇപ്പൊ നാളെ തന്നാൽ ഓക്കെ, സാറ്റർഡേ സൺഡേ. ഓക്കെ, മൺഡേ വൈകുന്നേരത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ക്വിസ് എക്സാം ഉണ്ടാവും. സോ അപ്പം അതിന് മുമ്പായിട്ടെല്ലാം തീർക്കുക. ഓക്കെ, അത് ഓർക്കണം, മൈൻഡ് വെച്ചേക്കണം. ഓക്കെ, ഉള്ള ആൾക്കാരോട് എല്ലാവരും കൂടെ പറയുക, എന്തായാലും ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടോളാം. ഇത് കുറച്ച് ടൈം എടുക്കും. നമുക്ക് ADB ഡയറക്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാതെ ഇൻസ്റ്റാൾ ആക്കാൻ നോക്കാം, അല്ലെങ്കിൽ ടൈം പോകും. ഓക്കെ, അത് കൊടുത്തു. സുഡോ അപ്ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ADB ചെയ്തുകൊണ്ട് പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ADB? ഓക്കെ ആയോ? എനിക്കിപ്പം അപ്ഡേറ്റ് ക്ലിയർ ചെയ്തിരുന്നതിന് മുമ്പ് ചെയ്യാൻ നോക്കിയോണ്ട് എന്നെ കിട്ടിയിട്ടില്ല, പോയിട്ടുണ്ട്.
അവിടെ ജഗന് നിനക്ക് കിട്ടിയാടാ ADB ഇൻസ്റ്റാൾ ആയാ? ആ സാർ ഇൻസ്റ്റാൾ ആയി. എനിക്കിനി ഇതൊന്ന് സെറ്റപ്പ് ആക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആൻഡ്രോയിഡ് എമുലേറ്റർ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും ഇനി ഇതിപ്പം നടക്കില്ല. അപ്പം നിങ്ങൾ മൊത്തത്തിൽ സെറ്റാക്കി കൊണ്ടുവരണം. നിങ്ങൾ ഗൂഗിളിലേക്ക് പോയിട്ട് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സ്ക്രീൻ ഷെയർ ചെയ്യാതെ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വിൻഡോ വന്നു. ഇവിടെ ആൻഡ്രോയിഡ് എമുലേറ്റർ ഒന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് എന്നും പറഞ്ഞൊരു സൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സൈറ്റാക്കി നിൽക്കുന്നു. ഇതല്ല, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറഞ്ഞ സ്ക്രീൻ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇത് ഈ ഓപ്ഷൻ ഇത് ഈ ഫസ്റ്റ് സൈറ്റ് ആട്ടോ. ഈ സൈറ്റിൽ കയറുക, എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, എന്താ ഇതിൽ പോവുക. എന്നിട്ട് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചോദിക്കും. സോ എന്നിട്ട് ഓക്കെ, ഇത് ഡൗൺലോഡ് ആവുക. ഇതൊരു 1.5 GB വരുന്നൊരു ഫയലാണ്. സോ അത് ഡൗൺലോഡ് ആവും. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്ക്. ബാക്കി നാളെ സെറ്റപ്പ് ചെയ്യാം. നാളെ കൊണ്ട് എന്നാലും ഇത് നമുക്ക് തീർക്കണം. അപ്പം നാളെ എന്താണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സോ ഓക്കെ, അപ്പൊ എന്നാ എല്ലാവരും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കും. നാളെ നമുക്ക് ADBയുടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം അത് സ്റ്റോപ്പ് ആക്കിയിട്ട് ചെയ്തത്. പക്ഷെ ഇതിപ്പോ പണിയായി. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെഫ്റ്റ് ആയിക്കോ. കുറെ പേരൊക്കെ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടല്ലോ. ആള് കുറവാണല്ലോ. എന്തുപറ്റി? ലാസ്റ്റ് ആയപ്പോ ആളില്ലല്ലോ. ഇത്രയും പറഞ്ഞ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇതൊന്ന് സെറ്റപ്പ് ആക്കേ. ഓക്കെ, അപ്പൊ ശരിയാ. ഓക്കെ.